മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ്. അധികം തേങ്ങയൊന്നും ചേർക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാനായി ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 കറുകപ്പട്ടയും 2 ഏലക്കയും 2 ഗ്രാമ്പും കുറച്ച് കുരുമുളകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് 3-4 വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം പൊടികൾക്ക് ആവശ്യമായ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മസാലക്കൂട്ട് ഒന്ന് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള സ്ലൈസായി അരിഞ്ഞതും 2 പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതോടെ ചേർത്ത് അടച്ചു വെക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കഴുകി വൃത്തിയാക്കിയ ചിക്കനോടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം.
ചിക്കൻ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കിയ അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഗ്രേവിക്കായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം കറി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറി ഒന്ന് വെന്തു വരുന്ന സമയം നമുക്കൊരു താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഉള്ളി ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതാ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം തയ്യാറാക്കിയ താളിപ്പൂടെ ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂട് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണ്. അധികം തേങ്ങയൊന്നും ചേർക്കാത്ത എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.